Morning students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Test the convergence of sigma k equal to 1 to infinity k by k plus 1 whole raised to k square. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ k equal to 1 to 57 raised to k by k factorial. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം, ഫസ്റ്റ് പ്രോബ്ലം sigma k equal to 1 to infinity k by k plus 1 all raised to k square. ഈ പ്രോബ്ലം തൊട്ട് മുമ്പുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ 6 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സെയിം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് റെഫർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്പർ 6. തൊട്ട് മുമ്പ് ചെയ്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ റെഫർ ചെയ്താൽ മതി. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വീണ്ടും ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സിഗ്മ k equal to 1 to infinity 7 raised to k by k factorial എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യയുടെ ഫാക്ടോറിയൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ലെറ്റ്സ് UK എന്ന് പറഞ്ഞാൽ എന്താണ്? 7 raised to k by k factorial. അപ്പോൾ UK plus 1 എഴുതാം. എന്താണ് UK plus 1? 7 raised to k plus 1 divided by k plus 1 factorial. ഇനി റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity UK plus 1 by UK. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് k tends to infinity UK plus 1 by UK എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലിമിറ്റ് k tends to infinity UK plus 1 എന്താണ്? 7 raised to k plus 1 divided by k plus 1 factorial into UK എന്ന് പറഞ്ഞാൽ 7 raised to k by k factorial ആണ്. k factorial മുകളിലോട്ട് പോകും divided by 7 raised to k. Therefore rho is equal to limit k tends to infinity 7 raised to k plus 1 എങ്ങനെ എഴുതാം? 7 raised to k into 7 into k factorial. ന്യൂമറേറ്റർ നമ്മൾ തുടർത്തി എഴുതി. 7 raised to k plus 1 ന് പകരം 7 raised to k into 7 into k factorial. താഴെ k plus 1 factorial ആണ്. k plus 1 factorial എങ്ങനെ എഴുതാം? k plus 1 into k factorial. ഇവിടെ 7 raised to k. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തുടർത്തി എഴുതി. ഇനി 7 raised to k യും 7 raised to k നമുക്ക് വെട്ടിക്കളയാം. k factorial നമുക്ക് വെട്ടിക്കളയാം. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് k tends to infinity 7 by k plus 1 ആണ്. ലിമിറ്റ് k tends to infinity 7 by k plus 1 എന്ന് കിട്ടും. ഇനി kക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ വാല്യൂ 0 ഉണ്ട്. Therefore അത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ റോയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? സിൻസ് റോ എന്നുള്ളത് റോ ഈസ് ലെസ് ദാൻ 1 given series is convergent. given series എന്താണ്? കൺവർജന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരീസ് എന്തായിരുന്നു? നമ്മുടെ സീരീസ് സിഗ്മ k equal to 1 to infinity 7 raised to k by k factorial is convergent. അപ്പൊ നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്തത്? രണ്ടാമത്തെ ടെസ്റ്റ് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ ആ സീരീസ് എന്താണെന്ന് കിട്ടി? കൺവർജന്റ് ആണെന്ന് കിട്ടി. കൺവർജന്റ് ആണെന്നുള്ള കാരണം എന്താണ്? ഈ റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? ആ സീരീസ് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനില് റെഫർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്പർ 6 അത് ചെയ്തിട്ടുണ്ട്. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ അവിടെ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KTU നമ്മളോട് ചോദിച്ചത്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ.